നമസ്കാരം. ഇന്ന് നമ്മൾ ജൈവ കൃഷി ചെയ്യുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് ആശ്വാസകരമായ അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് SPCയുടെ ബയോഗ്രീൻ. കാരണം കൃഷിയിലെ ഡോളോമൈറ്റിൻ്റെ ആവശ്യകത അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമുക്കറിയാം, ശരിയായ രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ സാധാരണ നേരത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം, മൂത്രം, പച്ചിലവളം ഇതായിരുന്നു അവരുടെ മനസ്സിലെ ജൈവ കൃഷി. യഥാർത്ഥത്തിൽ ചാണകമൊക്കെ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് കീടങ്ങൾ വന്ന് വേരുപുഴു വന്ന് ചെടികൾ നശിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. ശരിക്കും ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കോളജിയെ ബേസ് ചെയ്ത് പഠനങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാകുന്നത് മണ്ണിൽ വേണ്ട അല്ലെങ്കിൽ ചെടിക്ക് ലഭിക്കേണ്ട 17 മൂലകങ്ങളും കിട്ടിയാൽ മാത്രമേ കൃഷി ശരിയാവുകയുള്ളൂ. അതായത് നമുക്കറിയാം, ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും. അതേസമയം NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ഇങ്ങനെ കൂടാതെ 14 മൂലകങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കേണ്ടത് തന്നെയുണ്ട്. അപ്പോൾ മണ്ണിലുണ്ടെങ്കിലേ മരത്തിലുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ SPC ബയോഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചാൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ചെടികൾക്ക് പച്ച കളറില്ല. എല്ലാ സ്ഥലത്തെയും ചെടികൾ മഞ്ഞ കളറായി മാറുന്നു, അല്ലെങ്കിൽ പച്ച കളർ നഷ്ടമാകുന്നു. ശരിക്ക് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടന്ന് ശരിയായ രീതിയിൽ ഉൽപ്പാദനം നടക്കണമെങ്കിൽ ചെടികൾക്ക് ഹരിതകം അല്ലെങ്കിൽ പച്ച നിറം അനിവാര്യമാണ്. ചെടികൾക്ക് പച്ച നിറം കിട്ടണമെങ്കിൽ മണ്ണിൽ മഗ്നീഷ്യം ഉണ്ടായേ സാധിക്കൂ. മണ്ണിലെ മഗ്നീഷ്യം ഇല്ലായ്മയാണ് ചെടികളിലെ പച്ച നിറത്തെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ നമുക്ക് മണ്ണിൽ മഗ്നീഷ്യം കിട്ടണമെങ്കിൽ, അതും ഓർഗാനിക്കായിട്ട് കിട്ടണമെങ്കിൽ, ശരിക്കും മഗ്നീഷ്യമുള്ള പാറകൾ പൊടിച്ച പൊടി ആ ഡോളോമൈറ്റ് തന്നെ മണ്ണിലിടണം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും തെക്കൻ സംസ്ഥാനങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഡോളോമൈറ്റുകളും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. 3% പോലും മഗ്നീഷ്യം ഇല്ലാത്തതാണ്. നമുക്ക് എവിടെ പരിശോധിച്ചാലും മനസ്സിലാവും. അങ്ങനെ SPC എവിടെയാണ് ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം ഉള്ള പാറകളുള്ളത് അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഉള്ളതെന്നുള്ളതിൻ്റെ സ്റ്റഡിയിലാണ് ഹൈദരാബാദിലെ ചില പാറകളിലും ചില മൈനുകളിലും അതുപോലെ തന്നെ രാജസ്ഥാനിലുമാണ് ശരിക്കും മഗ്നീഷ്യമുള്ള ഡോളോമൈറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് SPCയുടെ ബയോഗ്രീനിൽ മറ്റുള്ള ഒരു ഡോളോമൈറ്റിലും 3% പോലും മഗ്നീഷ്യം ഇല്ലാത്തപ്പോൾ 8% മുതൽ 18% വരെ മഗ്നീഷ്യമുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കർഷകനിലേക്ക് കൊടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒരു ചെടിക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് 1 മാസം കഴിയുന്നതിന് മുമ്പ് ആ ചെടികൾ നിറയെ നല്ല പച്ചക്കളറാവുന്നതും അതിൻ്റെ വളർച്ച ത്വരിതഗതിയിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് 1 സെൻറ്റ് സ്ഥലത്ത് 3 കിലോയിൽ താഴെയുള്ള ഡോളോമൈറ്റ് മാത്രമാണ് ആവശ്യമുള്ളൂ. അങ്ങനെ ഡോളോമൈറ്റ് ഉപയോഗിക്കുക വഴി മണ്ണിൻ്റെ pHും വർദ്ധിക്കുന്നുണ്ടാവും, വളരെ പെട്ടെന്ന് മൈക്രോബ്സുകൾ സജീവമാകുന്നുണ്ടാവും. അതുകൂടാതെ ചെടികൾക്ക് പച്ചനിറം ഉണ്ടാകും, ഫോട്ടോസിന്തസിസ് കറക്റ്റ് ആവും, ചെടികൾക്ക് നല്ല ഉൽപ്പാദനവും ലഭിക്കും.